ഹലോ എവ്രി വൺ, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യൂഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മാത്തിന്റെ ഈസി മാത്ത് ടിപ്സ് ആണ്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം വെച്ചാല് നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഒന്ന് പറഞ്ഞാല് നോർമൽ ആയിട്ട് നമ്മൾ മാത്ത് ക്വസ്റ്റ്യൻസ് കാണുന്നത് പോലെ തന്നെ ഒരു ടോപ്പിക്കിൽ സാധാ പോലെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് പ്രോഫിറ്റ് ഇത്ര കിട്ടി, ലോസ് ഇത്ര കിട്ടി, അല്ലെങ്കിൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എന്താന്ന് ചോദിക്കും, ഇല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്താന്ന് ചോദിക്കും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈപ്പ് ചോദിക്കും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അതിൽ കറക്റ്റ് ആണോ, അത് രണ്ടും കറക്റ്റ് അല്ലേ, അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലും മാത്തിൽ വരാറുണ്ട്. അപ്പോ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതില് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിന്റെ ഓപ്ഷൻ ഞാൻ എഴുതിയിട്ടില്ല. ഓപ്ഷൻസ് നമുക്ക് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഈ സെല്ലിംഗ് പ്രൈസ്, നമ്മള് സെല്ലിംഗ് പ്രൈസ് ഇതാക്കിയ സമയത്ത് വിറ്റ സമയത്ത് നമുക്ക് ഗെയിൻ ആയിട്ട് കിട്ടിയത് 19%. ഗെയിൻ ഉദ്ദേശിച്ചത് പ്രോഫിറ്റ് ആണ്. പിന്നെ ഈ സെല്ലിംഗ് പ്രൈസ് നമ്മളെ കോസ്റ്റ് പ്രൈസിനോട് കമ്പയർ ചെയ്യുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 109% എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈ ആർട്ടിക്കിൾ വിറ്റ സമയത്ത് നമുക്ക് നഷ്ടം 9% ആണ്. ഇത് കോസ്റ്റ് പ്രൈസ് ചെയ്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 109 ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിന്റെ ഒരു ഡയറക്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. വെരി ബിഗിനേഴ്സിന് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് മെത്തേഡ് പറയുന്നത്. ഒബിയസ്ലി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 പ്ലസ് ഓർ മൈനസ്. പ്ലസ് പറയുമ്പോൾ പ്രോഫിറ്റ്, ലോസ് എന്ന് പറയുന്നത് മൈനസ്. പ്രോഫിറ്റ് ഓർ ലോസ് ഇങ്ങനെ തന്നെ എഴുതാം. പ്ലസ് ഓർ മൈനസ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ആണ് ഈ സെല്ലിംഗ് പ്രൈസ് കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ്, നമുക്ക് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ആണ്, ഗെയിൻ ആണ് 19%. അപ്പൊ 100 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു നമുക്ക് കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ കോസ്റ്റ് പ്രൈസിനെ 100 ആയിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ 100 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ എന്താ കിട്ടും, ഈ 100 100 പോകും, നമുക്ക് 19 എന്ന് കിട്ടും, അതായത് 119 എന്ന് കിട്ടും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം 109 അല്ല നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. 100 നമുക്ക് ലോസ് ആണ്, -9 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇതും കോസ്റ്റ് പ്രൈസ് നമ്മൾ 100നെയാണ് കമ്പയർ ചെയ്യുക. അപ്പൊ ഈ 100 വിറ്റ് ഇതാകുമ്പോൾ 91% ആണ് കിട്ടുന്നത്. ഇത് വെരി ബിഗിനേഴ്സിന് ഞാൻ പറഞ്ഞു തരാണ്, ഇങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 100 ആണ് ഇതിൽ എടുക്കേണ്ടത്. സോ നമ്മൾ എന്തായാലും അവിടെ വെട്ടിപ്പോകും. അപ്പൊ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, 100നെ എന്താണ് ഗെയിന് അത് കൂട്ടുക. ഗെയിൻ ആണെങ്കിൽ 100ലോട്ട് ആ ഗെയിന് കൂട്ടുക. ആ ഒരു എമൗണ്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് ലോസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ ആ 100ൽ നിന്നും ആ തന്നിട്ടുള്ള ലോസ് കുറക്കുക, ആ എമൗണ്ട് ആണോ തന്നിട്ടുള്ളത് നോക്കുക. ഇതിൽ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് വരാൻ ചാൻസ് ഉള്ള എന്താ, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, ഒന്ന് അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 and 2 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ്. ഈ ഒരു 4 ഓപ്ഷനാണ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത്. സോ നിങ്ങൾ ഇതില് സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം ഇൻകറക്റ്റ് ആണ് വരുന്നത് കേട്ടോ. എങ്ങനെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ UGC നെറ്റ് എഴുതുന്ന സമയത്ത് പേപ്പർ 1 നോക്കുന്ന സമയത്ത് ഇപ്പോഴും നിങ്ങൾക്ക് മാത്സ് ആൻഡ് DI ആണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളെ കൺസെപ്റ്റ് ക്ലിയർ അല്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്സ് ഇപ്പോഴും ബുദ്ധിമുട്ടാവുന്നത് എന്ന് മനസ്സിലാക്കണം. സോ നിങ്ങൾ ആദ്യം ഒരു മാത്സ് പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അതിനുശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതില് നിങ്ങൾ നേരിടുന്ന കുറച്ച്, അതായത് നമ്മൾ കോച്ചിങ് എടുത്തിട്ടായിരിക്കും കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് ഇതിലൊരു സൊല്യൂഷൻ കിട്ടുക. ഒരു നല്ല ഫോളോ അപ്പ്, നല്ലൊരു കൺസെപ്റ്റും ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ കോച്ചിങ് തന്നെ എടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോ അതായത് വെല്ലുവിളിക്കുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടാവില്ല. ഒരു ലൈവ് ക്ലാസ് കാണാൻ ഇത്രയും പണം മുടക്കിയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാനുള്ള ടൈം ഉണ്ടാവില്ല.
സോ ഇപ്പോ നമ്മുടെ ഈ ഒരു മാത്തിന്റെ ക്ലാസ്, അതായത് വെരി ബിഗിനേഴ്സിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ എക്സാം എഴുതിയിട്ടും ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും മാത്സിന്റെ കേസിൽ നിങ്ങൾക്ക് ഈ ഒരു കോച്ചിങ് വളരെ ഹെൽപ്ഫുൾ ആവും. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ 20 ബേസിക് ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്കുള്ളത്. കൺസെപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ ഒരു വർഷം വരെ നിങ്ങൾക്ക് ഇതിന് ആക്സസ് കിട്ടും. രണ്ടാമത് വെറും 99 രൂപയേ ഉള്ളൂ. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വെറും 99 രൂപക്കാണ് നിങ്ങൾക്ക് ഇത്രയും. അപ്പൊ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പോലും ഇത് നിങ്ങളെ അത്രയും എഫക്ട് ചെയ്യില്ല. 99 രൂപ ഉള്ളൂ. ഇത് നമ്മുടെ ക്രിസ്റ്റലിന്റെ ആപ്പിലാണ്. പിന്നെ ഇനി ടൈം ഇല്ല എന്നുള്ളവർക്കാണ് ഈ റെക്കോർഡിംഗ് ക്ലാസ്സസ് ആണ് ഈ 20 ക്ലാസ്സസിന്റെയും കിട്ടുന്നത്. സോ നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ ആ ടൈമിൽ കാണാം. അപ്പോ ക്രിസ്റ്റലിന്റെ ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് നിങ്ങൾ ക്രിസ്റ്റൽ എഡ്യൂ ഹബിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് math@99 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു കോഴ്സ് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിടാം. നിങ്ങൾ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. നിങ്ങൾ ഇനി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഇനി UGC നെറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്സ് ആൻഡ് DI ബുദ്ധിമുട്ട് എന്ന് ഒരിക്കലും പറയരുത്. സോ വെറും 99 രൂപക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ പഠനം തുടങ്ങാം കേട്ടോ. താങ്ക് യു.